തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാൻ ഒത്തിരി സന്തോഷത്തോടാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കാര്യക്കാരെ വിളിക്കാൻ പോകുന്ന നസർക്കയും ബിജുക്കുട്ടി ചേട്ടൻ നമ്മുടെ കൂടെ. കെസ് പ്രസാദ് ഏട്ടാ, വെൽക്കം ടു ഇത് ഐറ്റം വേറെ. പിന്നെ ആദ്യത്തെ സ്കിറ്റ് അല്ലേ? അപ്പൊ ആദ്യത്തെ സ്കിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടെ വിളിക്കാനുണ്ട്. ഇന്ന് ഫുൾ സ്പെഷ്യലിന്റെ കളിയാ. അയ്യോ, അടിപൊളി. ഇപ്പം റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. അതിന്റെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണ് വിളിക്കാൻ പോകുന്നത്. മലയാളത്തിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം സൈജു കുറുപ്പ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനിയിപ്പോ നമ്മുടെ കുടുംബമാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നല്ല കൈയടി. ഏറ്റവും പുതിയ വിശേഷം എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ? എന്താണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെ വന്നിരിക്കുന്നത്. ലാസ്റ്റിന്റെ റിലീസായ പടം അഭിലാഷം എന്ന് പറഞ്ഞൊരു റോംകോം ആയിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. അത് തിയേറ്ററിൽ നല്ല രീതിയിൽ. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. രചന, സംവിധാനം ദൈവം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് ഒരു ഫാന്റസി സിനിമയാണ്. ഒരുപാട് ഫാന്റസി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ദൈവം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവം ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നു. പിന്നെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഇപ്പൊ നിങ്ങൾ മാളികപ്പുറം കണ്ടിട്ടില്ലേ? അമ്മമാരെ കണ്ടിട്ടില്ലേ? മാളികപ്പുറത്തില് ദേവനന്ദയുടെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കുട്ടിയെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്തൊക്കെ കാരണവശാൽ. അങ്ങനെ അവർ ലാസ്റ്റ് ഡിസൈഡ് ചെയ്യണം ഇപ്രാവശ്യം കൊണ്ടുപോയിരിക്കും. അങ്ങനെ നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇന്റർവെൽ സമയത്ത് ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഈ കുട്ടിയെ ശബരിമലയിൽ കൊണ്ടുപോകും. ഇതറിയാലോ നമുക്ക്. അതിനകത്തൊരു ചെറിയ ഫാന്റസി എലിമെന്റ് ഉണ്ട്. അതാണ് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മുടെ ഫാന്റസി തന്നെയാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞാനാണ് മനുഷ്യന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. സണ്ണി വെയിനാണ് ദൈവത്തിന്റെ കഥാപാത്രം ചെയ്യുന്നത്. ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എനിക്ക് പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള പോലെ, ചിലവർക്ക് കാശ്, ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചിലവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ദൈവം വന്നു കഴിയുമ്പോഴത്തേക്കും ഉടനെ ശരിയാവണമല്ലോ, നാച്ചുറലി അല്ലേ? ദൈവം നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു സിനിമയിൽ ദൈവം വരുമ്പോഴത്തേക്കും നമുക്കറിയാം ദൈവം ആ മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായി കൊടുക്കും. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വന്ന ഉടനെ എന്നാ പിന്നെ നിന്റെ പ്രശ്നങ്ങൾ ശരിയായി, നീ ഇനി നല്ലപോലെ ജീവിച്ചോ, ഇതല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ, അതായത് റൂട്ട് കാണിച്ചു തരും നമ്മുടെ ഈ പ്രശ്നം തീരാനുള്ള. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മനസ്സിലാക്കി ആ റൂട്ട് റെക്ടിഫൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും. ഇതാണ് നമ്മൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരിക്കലും ദൈവം നമ്മളൊക്കെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഓക്കെ ആയിക്കോട്ടെ എന്ന്. അത് സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു ദിവസം ശരിയാവും. നമ്മളെ തന്നെ ഉള്ളിൽ റെക്ടിഫൈ ചെയ്താൽ നമ്മുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് ശരിയാവും. അതാണ് നമ്മൾ ഈ പടത്തിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. നമ്മുടെ സംവിധായകന്റെ പേര് ഫെബി ജോർജ് എന്നാണ്. ഇത് 3 യങ്സ്റ്റേഴ്സാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ലിൻഡോ, ജോമോൻ, റോഷൻ. എല്ലാവരും 25 വയസ്സ് പ്രായമൊക്കെയുള്ള ആൾക്കാരാണ്. നമ്മുടെ സംവിധായകനും ആ പ്രായമേ ഉള്ളൂ. ഇപ്പം മാളികപ്പുറം കണ്ടപ്പോൾ പോലെ അല്ലെങ്കിൽ വേറെ സിനിമകളൊക്കെ ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് അവസാനം നമ്മുടെ കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് നനയുമല്ലോ. ആ രീതിയിലുള്ള നിമിഷങ്ങളും ഉണ്ട്. നമുക്ക് പ്രതീക്ഷയുള്ളൊരു പടമാണ്. അപ്പം ഞങ്ങൾ ഇത് ഐറ്റം വേറെയെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇത് ഐറ്റം വേറെ ആക്കി തരേണ്ടത്. നിങ്ങൾ തീർച്ചയായും ഈ സിനിമ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വേറെ തന്നെ ഒരു ഐറ്റം. ഈ ഐറ്റം ആദ്യമേ കൺസീവ് ചെയ്ത ആൾ ഇവിടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിന്റെ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ഫെബിൻ ജോർജ് ആൻഡ് വേറൊരു ആക്ടർ വൈശാഖ് വിജയൻ. ലെറ്റ്സ് വെൽക്കം ഡയറക്ടർ ഫെബിൻ ജോർജ് ആൻഡ് ആക്ടർ വൈശാഖ് വിജയൻ. നമസ്കാരം. വെൽക്കം ടു ഇത് ഐറ്റം വേറെ. ഞങ്ങളിപ്പോ വേറൊരു ഐറ്റത്തെ പറ്റി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ ഐറ്റത്തിന്റെ ഡയറക്ടറാണ്. പറയൂ ഡയറക്ടർ സാർ, പറയൂ. ആക്ച്വലി ഈ മൂവി ഒരു കംപ്ലീറ്റ് ഒരു ഫാന്റസി മൂവിയാണ്. എന്റർടൈൻ ചെയ്ത് ചിന്തിപ്പിക്കും, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മൂവിയാണ്. ഇതൊരു ഫാന്റസിയാണ്. ഇതിനകത്ത് ഇത്രയും വലിയൊരു മെസ്സേജ് ഉള്ളത് ഇപ്പം സൈചേട്ടൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ആ പ്രോസസ്? ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫാന്റസി പരിപാടി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി തന്നെ വാവ് അടിപ്പിച്ചൊരു സ്റ്റോറിയാണ്. ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. വൈശാഖ് ബ്രോ വെൽക്കം. ഇതിലെന്താണ് വൈശാഖ് ബ്രോയുടെ ക്യാരക്ടർ? ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വീട്ടിലൊക്കെ ഇരുന്ന് എപ്പോഴും കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നേരിട്ട് വരാൻ പറ്റിയല്ലോ, ഭയങ്കര സന്തോഷം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, അതിൽ ഞാനും ഒരു ഇമ്പോർട്ടൻറ്റ് വേഷം ചെയ്തിട്ടുണ്ട്. വിഷ്ണു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആ കൺസെപ്റ്റ് ഉഗ്രനാണ് കേട്ടോ. കാരണം ഈ ചെറുപ്പക്കാരായിട്ടുള്ള
2-3 പേര് ആണത് എഴുതിയെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഭയങ്കര ഒരു അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഒരു 2 സ്കിറ്റൊക്കെ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാം അല്ലേ? 2 സ്കിറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യട്ടെ. അതെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ 3 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇരുന്നാട്ടെ, നമുക്ക് ഇനി സ്കിറ്റ് കാണാം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റമേറെ കോട്ടയം ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. കോട്ടയം ടീമിന്റെ സ്കിറ്റാണ്. വിളിക്കട്ടെ? അടിപൊളി. വിഷ്ണുണ്ട്, അമലുണ്ട്, ബാസ്റ്റിനുണ്ട്. 3 പേർക്ക് ഒരു നല്ല കൈയടി. ഉള്ളൊരു പൂരത്തിന് ദയ്യന്തിരതിത്തൈ ഒട്ടുണ്ടട കുഴലുണ്ടട മാക്കാനേ കിടതിത്താം തക്കിടതിത്താം ചിന്തക്കിടതിത്താം തക്കിടതിത്താം പട്ടിൻകുട പാണത്തുടി അമ്മൻകുടമുണ്ടേ ചുറ്റിക്കിളി ചൂളിപ്പിടി വേണ്ടായേ തന്തക്കിളിയാണേ കുഞ്ഞിക്കിളി വാവേ കയ്യെ പിടി കാലെ പിടി വയ്യായേ മണ്ടക്കളി കൊണ്ടാൽ മണ്ടുന്നത് പോലെ അന്തിക്കിത് മോന്താനൊരു പോക്കില്ലേ കെട്ടിപ്പിടി കള്ള കുട്ടിക്കളിയല്ലേ കെട്ടിപ്പിടി കള്ള കുട്ടിക്കളിയല്ലേ അക്കിടിയുടെ മറിമായം ചെണ്ടക്കൊരു കോലുണ്ടട മണ്ടക്കൊരു കൊട്ടിപ്പടി തല്ലിപ്പടി താളം തക്കിടതി 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 തക്കിടതി. എന്റെ ബെന്നിമോനെ, എന്തോ നമ്മൾ എന്തിനാണ് 4 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നേക്കുന്നത്? അപ്പാ, അപ്പൻ ഇതുവരെ നോർമൽ ഷാപ്പിൽ നിന്നല്ലേ വെള്ളം അടിച്ചിട്ടുള്ളൂ. ഇന്ന് അപ്പന് ഞാൻ AC ഷാപ്പിൽ നിന്ന് കള്ളം മേടിച്ചു തരും. ബെന്നിമോനെ, എന്തോ പ്രായമായവരെ കിഡ്നിക്ക് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അതിന്റെ അപ്പ അങ്ങനെ പറഞ്ഞേ? നീ എന്നെ സ്നേഹിക്കണോണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പനെ സ്നേഹിച്ചിട്ടില്ലേ? എടാ, ഇന്നലെ ഞാൻ ആ വീടിന്റെ മുറ്റത്തിരുന്നൊന്ന് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് തെങ്ങിന്റെ കൊതുമ്പിനല്ലടാ നീ എന്നെ ഇറങ്ങി വീഴ്ത്തിയത്. അത് പിന്നെ അപ്പ ഞാൻ വിചാരിച്ചു കാട്ടുപന്നി അന്ന്. ഏത് കാട്ടുപന്നിയാടാ ജുബേ മുണ്ട് കൊടുത്ത് നീ കണ്ടിട്ടുള്ളത്? അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. പിന്നെ അതല്ലേ ഇവിടുത്തെ വിഷയം. അത് കളയപ്പോ. അത് കളഞ്ഞു. ബെന്നിമോനെ, എന്തോ നീ അപ്പനെ എവിടെ കൊണ്ടുവന്നാളാ പറഞ്ഞത്? AC ഷാപ്പില്. അപ്പൻ എന്താ പൊട്ടനാന്ന് നീ വിചാരിച്ചോളാം. ഒന്നുമല്ലേ, നിന്നെയൊക്കെ ഓണം കൂടുതലുണ്ടാണ് അപ്പൻ. അപ്പൻ ഇതൊക്കെ വായിക്കാൻ അറിയാടാ. അപ്പൊ ഞാൻ ഇത് AC ഷാപ്പ് അല്ലല്ലോടാ, വിദേശ മദ്യ ബാർ. കണ്ടുപിടിച്ച് കളഞ്ഞ് ഞാനൊരു സർപ്രൈസ് തരാൻ വെച്ചിരിക്കുന്നു. അതെ, ബെന്നിമോനെ, നിന്റെ സമയം കളഞ്ഞ ചെറുതോറണം മേടിക്കുന്നു, അടിച്ച് പാമാന്ന് ഓടെ കിടക്കുന്നു. അങ്ങോട്ട് കയറി ചെന്നാ ഇപ്പൊ തരും. അതിന് ഓർഡർ ചെയ്യണം. ആണോ? ഓർഡർ ചെയ്യ, അപ്പൻ ഇവിടെ ഇരിക്കും. ശരി, ഈയിടെ അങ്ങ് വിജയിച്ചങ്ങ്. ഹലോ ഹലോ, ബെന്നിയാന്നേ. ഞാൻ പള്ളിപ്പുറത്തുനിന്ന് കള്ളുകൂടിയനായിട്ടുള്ള അപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഔദച്ചായന്റെ മകൻ ബെന്നി. ബെന്നി അത് തന്നെ. അപ്പനെ കൊണ്ട് വന്നിട്ടുണ്ടോടാ? അപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാ കൊണ്ടുവന്നത്? AC ഷാപ്പിൽ കള്ളു മേടിച്ചു തരാന്ന് പറഞ്ഞാ കൊണ്ടുവന്നേക്കുന്നേ. വിശ്വസിച്ചോ? വിശ്വസിച്ചോന്ന് ചോദിച്ചാ പെട്ടെന്ന് കിട്ടുക. പെട്ടെന്ന് കിട്ടും. വിശ്വസിച്ച്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിക്ക്. ഞാനേ എന്റെ ഒരു ആളെ അങ്ങോട്ട് വിടാം. ബെനറ്റ് ഇട്ടൂപ്പ് ബെൽറ്റ് ഇട്ട് പാന്റ് ഇട്ട് നീ വീട്ടിൽ പോ. അതാണോ പറഞ്ഞത്? ബെനറ്റ് ഇട്ടൂപ്പ് ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞാടാ. അവൻ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും. ശരി, ഞാൻ ഏറ്റി. ഓക്കേ. പിന്നെ ബെന്നിമോനെ, എന്തോ ഇത്രയും ഷാപ്പിലാണ് മറ്റേ ക്യാബറ ഡാൻസ് ഉള്ളത്. ഒരു മകനോട് ഇമാതിരി വർത്തമാനം പറയാനായിട്ട്. ഇവിടെയാണ് ക്യാബറ, ഞാൻ ഇവിടെ അടിക്കത്തില്ലെന്ന് പറയാൻ വേണ്ടിട്ടാ. അതാണ് പറഞ്ഞത്. സോറി അപ്പാ, ക്യാമറ ഉള്ളത് ഇവിടെ അല്ല, അപ്പുറത്തെ ഷാപ്പില്ല. നമുക്ക് അങ്ങനെ തർക്കുത്തരം പറഞ്ഞ അപ്പൻ ഇവിടെ ഇരുന്നോളാം. ഇപ്പൊ പോക്കിയേനെ. ഔദച്ചായന്റെ മകൻ. സുഖമാണോ? അയ്യോ, സുഖമാണ്. മറ്റേ അച്ഛൻ പറഞ്ഞ കാട്ടുപോത്തല്ല, കുഞ്ഞാട്. അയ്യോ, കുഞ്ഞാട്. സോറി. ഞാൻ വേണമെങ്കിൽ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഇവിടുത്തെ മെയിൻ ആളാണ് ബെനറ്റ് ഇട്ടൂപ്പ്. ഇവിടുത്തെ ആളായിരുന്നല്ലേ? ഇവിടുത്തെ ആളാണ്. അങ്ങൂന്ന് നടന്നു വരുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പൊളിച്ചു വെച്ച കപ്പ നടന്നു വരുമായിരിക്കും. മറ്റവനെ, എന്നോട് സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അപ്പന്റെ കുടി ഞാൻ നിർത്തത്തില്ല. ഇല്ലെങ്കിൽ തന്ന കൂടി ഞാൻ തിരിച്ചു തരും. എനിക്കൊരു നിർബന്ധമില്ല നിന്റെ അപ്പന്റെ കുടി നിർത്തണം. അതൊക്കെ പോട്ടെ, എവിടെയാണ് ആ മദ്യപാനിയായ തന്ത? എന്റെ അപ്പനെ കയറി മദ്യപാനി വിളിക്കുന്നത് കേട്ടോ. ഇല്ലടാ, ചാത്തനടിച്ച് ഓടെ കിടക്കുന്ന നിന്റെ അപ്പനെ പിന്നെ ഞാൻ അല്ലു അർജുൻ വിളിക്കും. ഒന്നും വിളിക്കണ്ട, നീ മറക്കേ. ഞാൻ മിണ്ടുന്നില്ല. അപ്പനെ കൊണ്ടും മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. മനസ്സിലായിരുന്ന? ഞാൻ വിചാരിച്ചതോ പേർഷ്യൻ ക്യാറ്റാണ്. നീ ആരടാ? നീ അപ്പനാണല്ലോ. കൊച്ചു ത്രേസ്യയുടെ മോൻ. 36 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. ഇതുപോലെ ബലൂണിൽ കാറ്റ് നിറച്ചു വെച്ചതുപോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നോർത്തില്ല മോനെ.
അപ്പനോട് ക്ഷമിക്കടാ. താനെന്തോടെ പറഞ്ഞു വരുന്നേ? എന്റെ അപ്പനാണോ എന്നല്ല ചോദിച്ചത്, ദാണ്ട അവന്റെ അപ്പനാണോ. എടാ, അവന്റെ അപ്പനെ കയറി നിന്റെ അപ്പനാണോ ചോദിക്കുന്നത്? നിനക്ക് അപ്പനും അമ്മയുണ്ടോ? പിന്നെ ഞാൻ എന്തോ സാറ്റ് കളിച്ചപ്പോണ്ടായത്. നീ ആരാ നീ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ മെയിൻ ആള് ബെനറ്റ് ഇട്ടൂപ്പ്. ഓ, ബാർബർ. സാധനങ്ങളൊക്കെ എടുത്താണോ എന്നെ? വേറൊന്നാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെയുണ്ട് സ്പെഷ്യലി? സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ സ്പെഷ്യൽ കാര്യം ചോദിക്കുന്നു. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ. ആ, നീ നിന്റെ അച്ഛനും കേക്ക് മുറിച്ചാ. ഞാൻ അതല്ല പറയാം. എനിക്കൊരു OPR ബോട്ടി ഫ്രൈയും. OPR ബോട്ടി ഫ്രൈയോ? OPR ബോട്ടി ഫ്രൈ. അയ്യോ, ഞാൻ കൊണ്ട തരത്തില്ല. പുള്ളിക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നീ നിന്റെ അപ്പനോട് കാര്യമൊന്നും പറഞ്ഞില്ലായോ? ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. കാരണം കാര്യം ചെയ്യാം. ഇവിടുത്തെ ഓളിനോട് എന്ന നിലയ്ക്ക് ഞാൻ പോയി നിന്റെ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കാര്യങ്ങളെല്ലാം ഓക്കെ. പറയുന്നതൊക്കെ കൊള്ളാം. കുറച്ച് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം പുള്ളിക്ക് ഒരു അറ്റാക്ക് വന്ന മനുഷ്യനാണ്. മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഉറപ്പാന്നേ? ശരി ശരി, ഞാൻ പറയാം. മയത്തിൽ പറയണേ. എന്തോ അപ്പാപ്പനെ എന്തിനാ മോൻ ഇവിടെ കൊണ്ടുവന്നേന്ന് അപ്പാപ്പൻ അറിയാവോ? അറിയാം. എന്തുവാ? AC ബാറിൽ നിന്ന് കള്ളു കുടിക്കാൻ. അല്ല, തന്റെ ഈ ഓഞ്ഞ കള്ളു കൂടി നിർത്താൻ. അല്ല, താൻ വിചാരിച്ച പോലെ കോട്ടയം നിത്യാബാറിൽ കുടിക്കാൻ കൊണ്ടുവന്നല്ല. ഇതാണ് ഡി-അഡിക്ഷൻ സെന്റർ. അതിന്റെ മലയാളം എന്താ? ലഹരി വിമുക്ത കേന്ദ്രം. അയ്യോ, മണിമലയെന്ന് ഞാൻ കെട്ടിപ്പോയിട്ടോട് വന്ന എന്റെ അപ്പൻ. അയ്യോ, ഈ ചിവിട്ട് കൊണ്ടു കളഞ്ഞേ. നീയാണ് ഇതിന് ഉത്തരവാദി. എന്റെ പൊന്നു സുഹൃത്തെ, അത് പുള്ളി ചെറുതായിട്ടൊന്ന് ബോധം കെട്ടി വീണത്. അതിനുള്ള മരുന്നൊക്കെ എന്റെ ഉണ്ട്. എന്തുവാ? ഇവിടുത്തെ ഒരു പാമ്പയുടെ അന്ന് രാവിലെ പിടിച്ചൊരു OPR-ന്റെ പൈൻ്റെ. ഇത് ചെറിയ തരി കൊടുത്താൽ മതി, എഴുന്നേറ്റോളം കാണിച്ചു തരാം. മൂത്തവരെയാണ് കവച്ച് വെക്കരുത്, ദോഷം എന്നാലും വെക്ക. കണ്ണ് തുറന്നാ ഇത് മൊത്തം തരാം. നീ അങ്ങ് മാറിന്നേ മോനെ. പന്നീന്ന് തന്നെയാടാ വിളിച്ചത്. നീ അപ്പനെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നേക്കുവായിരുന്നല്ലടാ. എന്തിനാടാ അപ്പനെ പറ്റിച്ചത്? അത് പിന്നെ കൊച്ചിലെ അപ്പൻ എന്നെ പറ്റിച്ച് അംഗനവാടി കൊണ്ടാക്കത്തില്ലായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതിന്റെ പ്രതികാരം തീർക്കാൻ നിനക്ക് ഇന്ന് മാത്രമല്ല സമയം ഉണ്ടായിരുന്നല്ലോ. എന്നാ മോനെ ബെന്നി, നീ കേട്ടോ, അപ്പൻ അവന്റെ വീട്ടിൽ കിടക്കത്തില്ല. എന്റെ വീടല്ലത് ഡി-അഡിക്ഷൻ സെന്റർ. അവിടെ അപ്പൻ കിടക്കത്തില്ല. ഞാൻ എന്റെ കുടുംബത്ത് പോവാടാ. അയ്യേ, അതിന് കുടുംബത്ത് പോകാൻ അപ്പന് വഴി അറിയത്തില്ല. എന്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ കൊണ്ടുപോകണം. ആ കള്ളൂടിയന്മാരോ? കള്ളൂടിയന്മാരോ? മോനെ ബെന്നി, നിനക്ക് കൗട്ട കമ്പനി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. 1-ാം തീയതി ഒരു ക്വാർട്ടർ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ പാതാളത്തിന് മാവലിനെ വരെ അമ്മമാർ കൊണ്ടുപോകും. അങ്ങനെയുള്ള അമ്മമാർക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇറങ്ങിയ പൂവിന്ന് പൂമാറ്റെടുക്കണ പോലെയാടാ. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആരുടെ അരിയുണ്ടേ ആവശ്യമില്ലാത്തതിനൊക്കെ എനിക്ക് എന്ത് വേണേലും ഇട്ട് വെക്കട്ടാ. നിന്റെ കാശിന് ഞാൻ കള്ളു കുടിച്ചോ? ഇല്ല. നിന്റെ അച്ഛന്റെ കാശിന് കള്ളു കുടിച്ചോ? പിന്നെ നിനക്ക് ഇത് എന്നാത്തിന്റെ തരിപ്പാ? എനിക്കിത് എന്തിനാ തരിപ്പ? ഞാൻ വരാൻ നിങ്ങളവിടെ പോവാ. നിന്റെ അപ്പല്ലേ ചോദിച്ചാൽ എനിക്ക് എന്തിനു തരിപ്പാന്ന്? ഞാൻ നിങ്ങൾക്ക് കാശ് തരാൻ പറഞ്ഞ് മനസ്സിലാക്കി. കാശിന് തരാം. ഞാൻ അക്കടി മറന്നു. അപ്പൊ സംഭവം എന്നാണെന്നറിയോ? നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് ക്യാഷ് തരാന്ന് പറഞ്ഞു. അവനിട്ടേക്കണ അടിക്ക് ഇലാസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് കാശുണ്ടാക്കാൻ പറഞ്ഞിട്ടാ കൈന്നിട്ടല്ല. അപ്പം മണ്ണടി പോവാടാ. മണ്ണടി പോയാൽ ഇയാളാരാ? പന്നിയലിയോ? അതാണ് ഞാൻ പറയുന്നത്. മൂത്ത മോള് സോഫി മോള് മണ്ണടി സ്ഥലം പോവാന്ന്. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്ക്. അവളാണ് എനിക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ തന്നത്. എന്നാ രണ്ടാമത്തെ മോള് മേരിക്കുട്ടിയുടെ അടുത്തേക്ക് അപ്പം പോവാടാ. അവര് നിങ്ങളെ പ്രാഗി കൊല്ലും. അങ്ങനെയാണ് ഞാൻ 3-ാമത്തെ മോള് ലില്ലിക്കുട്ടിയുടെ അടുത്തേക്ക് പോകൂടാ. അരിവോ നിങ്ങളെ കാല് തല്ലി ഓടിക്കുന്ന പറഞ്ഞേക്കുന്നു. എന്നാ ഞാൻ 4-ാമത്തെ മോള് ചഞ്ചലിന്റെ അടുത്തേക്ക് പോകൂടാ. അവളുടെ പിള്ളേര് നിങ്ങളെ ചിഞ്ചിലടിക്കും. നീ അപ്പന് വേറെ മക്കളും എല്ലാം ഉണ്ടാടാ? എനിക്കറിയാൻ പാടില്ല. പോകാനൊരു സ്ഥലവും ഇല്ലല്ലോ. അപ്പന് ആർക്കും വേണ്ട. ഇവിടം വരെ വന്നേ. എന്നാ നിന്റെ അപ്പന് കള്ളു കുടിച്ചു കഴിയുമ്പോൾ എന്തില്ലെന്നാണ് നീ അച്ഛനോട് പറഞ്ഞത്? ബോധം. ചുമ്മാടാ. പുള്ളിക്ക് നല്ല ബോധമുണ്ട്. എല്ലാം അവന്റെ അഭിനയം. നിന്നെ കൂട്ടി 5 പിള്ളേരുണ്ട്. അപ്പാപ്പ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നിങ്ങളെ പോലെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്റെ പപ്പായി. അവസാനം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാരും കൂടി എന്റെ പപ്പായെ കൊണ്ടുപോയിട്ട് ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. എങ്ങനെ? എന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ബാങ്ക് മറിഞ്ഞ ഒളിച്ചോടി പോയി ഞങ്ങളുടെ കുടുംബം സേഫായി ഫുള്ള് കൈകൾ ബാങ്ക് മറിഞ്ഞാൽ നോക്കുന്നു. എടാ മറന്നീണ്ടി, ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നീ കൊണ്ടു നടക്കുക. ക്രെഡിറ്റ് അല്ല. എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ടാ ബെന്നിമാനെ. എന്റെ വീട്ടിലെ കാര്യം തിരക്കുന്നേ, അതവിടെ കിടക്കട്ടെ. അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? കുറച്ച് പ്രാർത്ഥനയും ചിട്ടയോട് വേണം കാര്യങ്ങൾ നടത്താൻ. എടാ ചെറുക്കനെ, നീ അങ്ങനെ പറയല്ലേ കേട്ടോ. എടാ ഔദ വിളിച്ച ദൈവം സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്നു തരൂടാ. 7 ദിവസം മാലാക വന്ന് കയറണ വീടായിരുന്നു ഔദയുടെ വീട്. ആ മാലാകനെ ഈ പുണ്യാളനെയും ചേർത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ട് എന്റെ അമ്മ പോക്കി. എന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരുന്ന മാലാക കർണക്കുറ്റി നോക്കി ഒറ്റ അരിയും കൊടുത്തിട്ട് ഈ ഇരിക്കുന്ന പുണ്യാളനെ കൊണ്ട് എന്റെ അമ്മച്ചി വീട്ടിൽ വന്ന് അത്രയ്ക്ക് പാവമായത് എന്റെ അമ്മച്ചി. ഇതൊന്നും ഞാൻ മറക്കുകയില്ലപ്പാ. അതൊക്കെ
കൊച്ചുനാളിൽ എന്തെങ്കിലും ചെയ്തു പറഞ്ഞു അപ്പനെ വീട്ടിൽ കൊണ്ടോടാ. അപ്പനെ ഇവിടെ നോക്കാൻ ആരുമില്ലടാ. എന്റെ പൊന്നപ്പാപ്പ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ ഞാനുണ്ട്, സോഫിയുണ്ട്. സോഫിയ ആരാ? സോഫി ഇവിടുത്തെ ഹോം നേഴ്സ്. ആദ്യം പറയണ്ട. എന്തായാലും നീ അപ്പാപ്പനെ നന്നാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടു നിർത്തി. നീ ഇപ്പൊ വയസ്സാം കാലത്ത് കർത്താവ് ഇങ്ങനെ ഒരെണ്ണത്തിന് തരണമെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റുമല്ലേ? അപ്പാപ്പൻ ഇവന്റെ കൂടെ നിന്ന് ഇവിടെ നന്നായിക്കോളാം. അയ്യോ ഇവന്റെ പെട്ടെന്നൊരു മാനസാന്തരം. നന്നായിക്കോളാടാ. പാപ്പ ചെറിയൊരു മിസ്റ്റേക്ക്. സോഫിയ 1 മാസത്തേക്ക് ലീവാണ്. ആണല്ലേ? എന്റെ പട്ടിണി കൂടെ ഇവിടെ ഇവന്റെ അടുത്ത് ഞാൻ നിൽക്കത്തില്ല. ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ട് പോകണം. എന്റെ വീടല്ല DDC സെന്റർ ആയിന്നോട്ട് ഞാൻ പറഞ്ഞു. DDC സെന്റർ എന്നെ ഇവിടെ നിർത്തണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കാൻ ആരുമില്ലെന്ന്. അപ്പാപ്പ സോഫി ഇല്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ ബെനറ്റി ഉണ്ടല്ലോ. അപ്പാപ്പൻ ഇവിടെ നിന്നോളാം. എന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ എന്നെ എടുക്കാനായിട്ട്. അല്ല ഇത് ഈ ബെനിറ്റിക്ക് എത്ര വയസ്സായി? 85. പുള്ളിക്കാരിനെ നോക്കാനാണോ നീ എന്നെ ഇവിടെ നിർത്തണത്? എന്നെ നോക്കാനാണോ പുള്ളിക്കാരിനെ ഇവിടെ നിർത്തണത്? ഇവിടെ നിർത്തണ്ട. ഇവിടെ ഉള്ള കള്ളുകുടിയന്മാര് കൊള്ളിഞ്ഞാത്തവരെ കിടക്കും. അപ്പനെ കൊണ്ട് പോടാ പെഞ്ഞുമോനെ. ഇവിടുന്ന് ഞാൻ അപ്പനെ കൊണ്ടുപോകത്തില്ല. കാരണം അപ്പൻ ഒരൊറ്റ ഒരാൾ കാരണമാണ് എനിക്ക് ഒരു പെണ്ണ് പോലും കിട്ടാത്തത്. ഇനിയെങ്കിലും എനിക്ക് പെണ്ണ് കിട്ടണം. അതുകൊണ്ട് അപ്പനെ ഞാൻ ഇവിടെ നിർത്തുക. അതാണ്ട് വെള്ളയും നിങ്ങൾക്ക് ഇതിനുള്ള ചെലവ് ഞാൻ തരാം. ഞാൻ പോയേക്കോ അപ്പ. അവിടെ വഴിയില്ലടെ ഇപ്പഴത്തേക്കട പോകട്ടെ. അയ്യോ അതെന്റെ വയ്യ. പോകല്ലേ, പൈസ തരാന്ന് പറഞ്ഞതാ. പോയടാ. അവനിപ്പ അപ്പനെ വേണ്ട. നിനക്കറിയാമോ, ചെറുപ്പത്തിൽ ഞങ്ങൾ പാടത്ത് ഞാനും അവൻ നമ്മ ലിസിയും കൂടി ഇറങ്ങും. വയറന്തിയോളം പണിയെടുത്ത് ഈ 5 എണ്ണത്തിന് തിന്നാൻ കൊണ്ട് കൊടുക്കും. വയസ്സായപ്പോ ഞാൻ കള്ളു കുടിച്ചു എന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ലായിരുന്നു. ഈ സങ്കടത്തിൽ ഒരു ക്വാർട്ടർ മേടിച്ചടിച്ചു. എടാ, നല്ലൊരു പ്ലസിൽ നിർത്താന്ന് വിചാരിക്കുമ്പോ നീ അത് സമ്മതിക്കില്ല. നല്ലൊരു കൈയടി. വിഷ്ണു, അമൽ, ബാസ്റ്റ്യൻ പൊളിച്ചടിക്കേട്ടാ. കിട്ടില്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മളിത് ഇതിന് മുമ്പേ ഈ ഫ്ലോറിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വേറെ സ്കിറ്റുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മകൻ അച്ഛനെ കൊണ്ടുവന്നാക്കുന്ന ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നത്. പിന്നെ അതല്ല, ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ജയറാമേട്ടൻ്റെയും അതുപോലെ തന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ആ സോങ്ങിലൂടെ വന്നപ്പോൾ അപ്പം തന്നെ അത് തന്നെ അത് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് ആദ്യത്തെ അത് ഭയങ്കര രസമായിരുന്നത്. ആ ഒരു സോങ്ങിലൂടെ തന്നെ നിങ്ങളുടെ സ്കിറ്റ് ശരിക്കും നല്ല ഹൈപ്പായി വന്ന് ഒരുപാട് കൗണ്ടറുകൾ നല്ല കുത്തി നിറച്ച് നിങ്ങൾ സ്കിറ്റ് നല്ല അങ്ങോട്ട് ഫില്ലാക്കിയിരുന്നു. പിന്നെ നിങ്ങൾ 3 പേരുടെയും അഭിനയം നമുക്ക് നേരത്തെ അറിയാം. അമലിൻ്റെ ആ ക്യാരക്ടർ നല്ല കിടിലായിരുന്നു കേട്ടോ. അമൽ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തു. കാരണം ഏറ്റവും വയസ്സ് കുറഞ്ഞ ആളാണ് എനിക്ക് തോന്നുന്നത് അമൽ. പക്ഷേ എടുക്കുന്ന ക്യാരക്ടറുകൾ ശരിക്കും വയസ്സായ ആളുകൾ വളരെ മനോഹരമായിട്ട് ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അമൽ. 3 പേരും നന്നായിട്ടാണ്. ബാക്കി എല്ലാം ഇവർ പറയും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അടുത്തതിനാണോ? ബാക്കി ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നസീർക്ക അടിപൊളിയായിരുന്നു. എന്നെ പച്ചക്കപ്പ പൊളിച്ചതല്ലേ? കുറച്ചടിയായിട്ട് നിങ്ങൾ വരുന്നതെല്ലാം മണിമുത്തുകളാണ്. ഇവിടെ വന്ന് തരുന്ന എല്ലാ സ്കിറ്റുകളും ഇഷ്ടംപോലെ ചിരിക്കാനുള്ള സ്കിറ്റുകളാണ്. എല്ലാം പുതുമയുള്ളതാണ്. എല്ലാ കൗണ്ടറുകളും ഫ്രഷാണ്. അതിന് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മുടെ ഈ ഷോയോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അതിൽ ഈ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിൽ ഇതേപോലെ ഇന്നസെൻ്റ് ഏട്ടനെ കൊണ്ടേയാക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മാനസിക പ്രശ്നമുണ്ടല്ലോ. ഇതിൽ എൻഡിൽ വന്നപ്പം ആ ഒരു സാധനം പറയുന്നുണ്ട്, എത്ര വയസ്സ് തൊട്ട് കഷ്ടപ്പെട്ട് പിന്നെ പ്രായമായപ്പോൾ ചെറുതായിട്ട് അടി തുടങ്ങി, അവൻ എന്നെ ഇവിടെ കൊണ്ടേയാക്കുക എന്ന് പറയുന്ന നമുക്ക് അവിടെ ഒരു ഫീലിലേക്ക് എത്തിയപ്പോൾ ആ സങ്കടത്തിന് ഒരു ക്വാർട്ടർ വാങ്ങിച്ചടിച്ചാലോ. അവിടെ നിന്ന് പോകുന്ന ക്ലൈമാക്സും എല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇതേപോലെ ആത്മാർത്ഥത കാണിച്ച് പുതുമയുള്ള സ്കിറ്റുകളുമായിട്ട് വീണ്ടും വരിക. ഓക്കെ, 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രസാദേട്ടാ ഒന്നും പറയാനില്ല. വിഷ്ണു, അമലും ബാസിനും തകർത്തു തിമിർത്തു ഏട്ടാ. നമ്മൾ ഈ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞാൽ വളരെ നമ്മുടെ ഒരു വീടുകളിലൊക്കെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് ഈ ഇങ്ങനെയുള്ള അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്.
ആ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടാണ് നിങ്ങളത് ഹ്യൂമർ വൽക്കരിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. സൂപ്പറായിട്ടുണ്ട്. സംവിധായകനും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം. ഇനി അവരുടെ വല്ല ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് കിട്ടാം. ഇതിപ്പോ ഒരു ഭാരമായല്ലോ. ഇവരിപ്പോ തന്നെ ഇവിടുന്ന് പോകുന്നു തോന്നുന്നു കേട്ടോ. താങ്ക് യു പ്രസാദേട്ടാ. കഴിച്ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ കോട്ടയം ടീം. ഏറ്റവും കുറവ് എമൗണ്ടും ഏറ്റവും കൂടുതൽ എമൗണ്ടും സ്വന്തം പേരിലുള്ള ടീമാണ് കോട്ടയം. പിന്നെ 2000 മുതൽ 1,00,000 രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരി. സൂപ്പർ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ നമ്മുടെ യൂട്യൂബ് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് കണ്ടന്റ് മനസ്സിലായില്ല. അപ്പൊ ആ ഏരിയയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ 30 വർഷമായിട്ട് പ്രതികാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പോകാൻ എന്നൊക്കെ പറഞ്ഞ സാധനം. അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസിലൊരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു. എന്നാണ് ഒറിജിനലി നിങ്ങൾ ഈ ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഇത് അമൽ അച്ഛനാണെന്നും മകനാണെന്നും ഒക്കെ ഉള്ളൊരു ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി, സൂപ്പർ. താങ്ക് യു. സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇട്ടു പോകുന്നതിന് ശേഷം ഫുൾ കൗണ്ടർ. ഞാൻ കരുതി അച്ഛനായിട്ട് കൗണ്ടർ അടിക്കുന്നു, മോനായിട്ട് കൗണ്ടർ അടിക്കുന്നു. നല്ല രസം ഉണ്ടായിരുന്നില്ല. വളരെ കെയർ ചെയ്തിട്ടാ പറഞ്ഞിരിക്കുന്നവര്. ഓഫർ കൊടുക്കാതെ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ ചെറിയ വാക്കുകൾ അപകടത്തിൽ ചെന്ന് ചാടണ്ടെന്ന് ഓർത്ത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. താങ്ക് യു. വൈശാഖ്. എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. 3 പേരും പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അപ്പൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഡയലോഗില്ലാത്ത പോർഷനിൽ അപ്പനോട് വന്നിരുന്ന് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാലം കൈയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ മാർക്ക് കൊടുക്കാം അല്ലേ പ്രസാദേട്ടാ? കൊടുക്കാം. എത്ര? 18,000. 11,000 രൂപ. ഓക്കെ, അടുത്ത ആരാ? ഞാൻ കൊടുക്കാം. ഞാനൊരു 20,000 രൂപ കൊടുക്കാം. ഓ, അത് കലക്കി. ടോട്ടൽ 38 ആയിട്ടുണ്ട്. നസീർക്ക, അപ്പൊ ബാക്കി ഞാൻ ചെലവുണ്ട്. അപ്പൊ 5. ഓക്കെ, ടോട്ടൽ എമൗണ്ട് വരട്ടെ. കിടക്കുന്നു. കോട്ടയം ടീമിന്റെ അടുത്ത സിൽവർ പഞ്ച് 75,000 രൂപ. എന്താ ചെയ്യാ അല്ലേ? പഞ്ചുകൾ ഒരു ശീലമാക്കി തുടങ്ങിയോ എന്നൊരു പറയൂ വിഷ്ണു, പറയൂ. ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സഹിച്ചേട്ടൻ, സാർ, ഇവരുടെയൊക്കെ മുന്നിൽ ഒരു സ്കിറ്റ് കളിക്കാൻ വലിയ സന്തോഷം. താങ്ക് യു വിഷ്ണു. അപ്പൊ അമലേ, എന്തോ പറഞ്ഞേട്ടെ. ഇതൊക്കെ തന്നെ. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ പോകാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ അവസാന നിമിഷമാണെങ്കിലും രാജേഷണ്ണനും ശശാങ്കണ്ണൊക്കെ കൂടി കണ്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവർ 1-2 കൗണ്ടറൂടെ ഒക്കെ പറഞ്ഞിട്ടാണ് കയറ്റിവിട്ടെ. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇങ്ങനെ തന്നെ പോട്ടെ. നല്ല കോണ്ടന്റുമായിട്ട് വരിക. ഒരുപാട് ചിരിപ്പിക്കുക. പറയുന്ന ഒരുപാട് കാശ് വാങ്ങിച്ചോണ്ട് പോവാ. ഓക്കെ കാണാം. ശരി, അപ്പൊ ഇവിടെ നിന്ന് നന്നായിട്ട് പോണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത നല്ലൊരു ടീമാണ് വരുന്നത്. ഒരു നല്ല സ്കിറ്റുമായിട്ട്. മണിക്കുട്ട ചേട്ടനുണ്ട്, മായുണ്ട്, കൂടെ അനീഷ് ഒരു നല്ല കൈഡി. അടിപൊളി. ആകെ നാണക്കേടായി. ഇനി ഞാൻ മറ്റുള്ളവരെ മുഖത്ത് എങ്ങനെ നോക്കും? ഇതെന്തുവാ? നീ ഹൂന്നാക്കിയപ്പോ നിന്റെ മൂക്ക് തെറിച്ചു പോകുന്ന പിടിക്കാൻ വേണ്ടി വെച്ചേക്കാം. ഓ, ആലോചിച്ചപ്പോ ഒരു കോമഡിയും കിട്ടി കാണില്ല. അതായിരിക്കും എന്റെ ഹുമ്മി കയറി പിടിച്ചത്. തുടരും സിനിമ കാണാൻ പോയപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, എല്ലാം ബുക്കായി പോയി. അതിനിങ്ങനെ കരയുന്ന എന്തിനാ നീ? ഞാനാ തെറ്റ് ചെയ്തത്. നിങ്ങളെ അപ്ലൈ ഡിവോഴ്സ് ചെയ്താൽ മതിയായിരുന്നു. അയ്യോ, സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ എന്റെ ടിക്കറ്റ് കയറാൻ പോകുന്നു. അത് ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ. ഞാനേ മോഹൻലാലിന്റെ ഫ്ലക്സ് ഇല്ലേ, അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് തുടരും സിനിമ കാണുന്നു. അതൊക്കെ എന്റെ കൂട്ടുകാരികൾ കണ്ടു. എന്നിട്ട് ഞാൻ സിനിമ കാണാൻ പോയോ? ഇല്ല. എടി, നീ സിനിമ കണ്ടെന്നങ്ങ് പറയണം. അയ്യോ, അപ്പൊ ഒരു കഥ ചോദിച്ചാലോ? ഒരു കഥ അങ്ങ് പറയണം. കള്ളക്കഥ പറയാനോ? ഇല്ല, കഥ ഉണ്ടാക്കി പറയാൻ കഴിയാത്ത ഒരാള്. നീ ഒറ്റ കഥ പറഞ്ഞത് കൊണ്ടാണ് എന്റെ അനിയനും ഭാര്യയും രണ്ടായിരത്തെ ജീവിക്കും. അല്ലാണ്ട് അവരുടെ കയ്യിലിരിപ്പുണ്ടല്ല. ഞായറാഴ്ച സൂംബ ക്ലാസ് ഉണ്ട്. ഞാൻ അവിടെ പോയി എന്തോ പറയും. അപ്പൊ സൂംബ ക്ലാസ്സിന് പോകണ്ടെന്ന് വെക്കണം. അയ്യടാ, അപ്പന്റെ വണ്ണം കുറയണ്ടേ? എടി, വണ്ണം കുറയാൻ വേണ്ടി നീ എന്നോട് എന്താ പറയാറുള്ളത്? നീ എന്താ പറയുന്നത്? പറമ്പിൽ പോയി കളിക്കാൻ പറയും അല്ലേ? അപ്പം വാ, പറമ്പിൽ പോയി കളിക്കാൻ വണ്ണം കുറയും. അയ്യടാ, നിങ്ങൾ കളിച്ചോ, എനിക്ക് സൂംബ മതി. അപ്പൊ വണ്ണം കുറയാൻ നിനക്ക് സൂംബ, എനിക്ക് തൂമ്പ. എങ്ങനെയെങ്കിലും ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തതാ. ടിക്കറ്റ് ഞാൻ എത്ര പേരെടുക്ക വിളിച്ചു പറഞ്ഞതാണ്. അതിനെ ബുക്ക് മൈ ഷോ വേണം.
ആ അത് വിദ്യാഭ്യാസം ഇല്ല, എന്തോ പറയാനാ. ഇന്നല്ലയോടി ഈ പറയുന്ന ബുക്ക് മൈ ഷോ എന്നൊക്കെ പറഞ്ഞു വന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടല്ലോ ഈ കൊട്ടകയാണ് കൊട്ടക, കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. കൊട്ടകയിൽ പോയി സിനിമ കാണുന്നതിന്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. അതൊക്കെ ദിവസേന 4 കളികൾ എന്നും പറഞ്ഞൊരു ബോർഡ് അങ്ങോട്ട് തൂക്കുകയാണ്. എന്നിട്ട് പോസ്റ്റർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഒരു സൈക്കിൾ എടുത്ത് നമ്മളിങ്ങനെ പറക്കുകയല്ലേ. എന്നിട്ട് വിയർത്തലച്ച് അവിടെ ചെന്ന് ടിക്കറ്റ് ക്യൂവിന് അവിടെ ക്യൂ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കിട്ടാത്തോണ്ട് നമ്മുടെ മേളിൽ കൂടെ കയറി ഉടുപ്പൊക്കെ കീറി അവിടെ ചെന്ന് ഊട്ടയ്ക്കകത്ത് കൈ കൊടുക്കും. ടിക്കറ്റ് വലിച്ചൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കീറി. എന്നാലും IPL ജയിച്ച ഒരു സുഖത്തിലാണ് നമ്മൾ അകത്തോട്ടം കൂടി ചെന്ന് നേരെ തിയേറ്ററിനകത്തം കൊടുക്കുന്ന കയറിയിരിക്കും. എന്നിട്ട് ബെഞ്ചോ കസേരയോ കാലിങ്ങനെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് അങ്ങനെ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട്. ഏത് സിനിമ? കിന്നാരത്തുമ്പികൾ. നിങ്ങൾ ഇപ്പൊ സമയം എത്രയായി? ഉച്ച. ഇനി 3 മണിയുണ്ട്, 6 മണിയുണ്ട്, 9 മണി, 12 മണി, 4 ഷോ ഉണ്ട്. ഈ 4 ഷോയിലെ ഏതെങ്കിലും ഒരു ഷോ കാണിക്കാതെ ഞാൻ ഈ സാരി അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ല. നീ ഇങ്ങനെ വാശി പിടിച്ചല്ലോ. ഇതിപ്പല്ല ഉണ്ണിയാർച്ച ചന്തുന്റെ തലയെ കൊണ്ട് ചോര കൊണ്ടുവന്നിട്ട് ഞാൻ മുടി കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ വാശിയായി പോലും. അതിനൊരു കാരണമുണ്ട്. ഇതിന് വല്ല കാരണമുണ്ടോ? എനിക്ക് കാരണമുണ്ട്. എനിക്ക് എന്റെ ലാലേട്ടനെ കാണണം. നിങ്ങൾ ആരെങ്കിലും വിളി. എടി ഞാൻ ഒരുപാട് പേരെ വിളിച്ച് ആര് തിരിച്ചു വിളിക്കും? ഞാൻ മെമ്പറേന്ന് വിളിക്കട്ടെ, ഒന്ന് സമാധാനപ്പെടണം. നീ കിടന്ന് കരയാതെ. ഹലോ ഹലോ, പറയണ്ണ. പറയണേ മെമ്പറേ. അണ്ണാ പറയാ മെമ്പറേ, ഒരു ഉപകാരം ചെയ്യോ? എന്താണ്, പെട്ടെന്ന് പറഞ്ഞോ. എനിക്ക് തുടരും എന്ന സിനിമയുടെ 2 ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരും. ഉള്ള അണ്ണാ ഭയങ്കര തിരക്കാണ്, ടിക്കറ്റ് കിട്ടാനില്ല. ഞാൻ ഇത് മുൻകൂട്ടി അറിഞ്ഞ് 3 ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പടം കൊണ്ടോണ്ടിരിക്കുക. അയ്യോ ലാലേട്ട കറുത്ത അംബാസഡറിൽ വരണേ. അണ്ണാ ഫോൺ പോയി. അങ്ങനെ ആ ബുദ്ധിയുള്ളവര് മുൻകൂട്ടി കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഭാര്യനെ കൊണ്ടുപോയി. നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള കഴിവില്ല. എടി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും കൊണ്ടായിരുന്നു നിന്നെ ഞാൻ കെട്ടുകൊടുത്തി. ദേഷ്യം വന്നപ്പം അറിയാതെ പറഞ്ഞു പോയതാണ്. സോറി. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നാ പറയണേ. പഴയ ലാലേട്ടൻ വന്നത് നിങ്ങൾക്ക് നിസാര കാര്യമായിരിക്കും. ഞാൻ എപ്പോഴാ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ളത്? കൊച്ചു സന്തോഷങ്ങൾ, അതും ജയറാമിന്റെ മോൻ കുഞ്ഞിലെ. ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞ് അവന് കൊച്ചാവാറായി. ഇതുവരെ ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി. എന്താന്ന്? ഓഹോ, ആഹാ, അങ്ങനെ പറയും. ഇറ് പറയുമല്ല, ഇറ് നിങ്ങളുടെ കഴുത്തിലിട്ട് അമർത്തുക ചെയ്യേണ്ടത്. എനിക്ക് സിനിമ കാണണം. എന്തോ ഒരു കഴിവില്ലാത്ത മനുഷ്യൻ. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല. കഴിവിന്റെ കാര്യമൊന്നും പറയരുത്. നിന്നെ കല്യാണം കഴിക്കുന്നു ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാന്നറിയോ? എന്തെല്ലാം കഴിവുള്ള ആരായിരുന്നു? കഴിവ് ഒരു ബുൾസൈ ഉണ്ടാക്കി കുടിക്കാൻ പറഞ്ഞ അത് പൊട്ടാതെ കുടിക്കാൻ അറിയാത്ത മനുഷ്യനാ കഴിവ്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അന്ന് എന്റെ വീട്ടുകാർ പറഞ്ഞതാണ്. എന്തോന്ന്? നിന്നെ കെട്ടണ്ടെന്ന് എന്റെ അച്ഛൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേറി. എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം? കുടുംബത്തിന് കുഴപ്പമൊന്നുമില്ല. എടി അമ്മാവനെ എടുത്ത് OLX വിൽക്കാനിട്ട കുടുംബം ഇല്ലടി നിന്റത്. അത് പിന്നെ എനിക്ക് അന്നൊരു അബദ്ധം പറ്റിയത്. അത് ഞാൻ ആ അമ്മാവന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാ. അപ്പൊ എന്റെ കൈ തട്ടി അത് OLX-ലായി പോയി. അതൊരു തെറ്റാണോ? സിനിമ കാണണോ? സിനിമ കാണാൻ ആരെങ്കിലും ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ സിനിമ കാണിക്കാം. വിളിക്ക്, ആരെങ്കിലും വിളിക്ക്. ആരെ വിളിക്കാനാ ദൈവമേ? എന്തുവാ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. കിട്ടൂല. അതെങ്ങനെയാ? നിങ്ങൾക്ക് കഴിവില്ലല്ലോ. നിങ്ങൾക്ക് തന്തയുടെ കഴിവാ കിട്ടിയേക്കണേ. പിന്നെ എങ്ങനെയാ കിട്ടുന്നേ? എന്നെ തല്ലിയില്ലേ? എന്നെ തല്ലുവല്ല, എന്നെ കൊല്ലേ. എന്നെ ഇങ്ങനെ ആക്കി എന്നെ കൊല്ലേ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കൈ ഇങ്ങനെ ഒടിച്ച് എന്നെ കൊല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലേ. എന്നെ കൊല്ലേ. എന്റെ തോട്ടക്കല്ല് പിടിച്ച നീ എന്തിനാ? എന്തോണ്ടല്ലോ അന്നാ നാട്ടുകാരെല്ലാം ഇറങ്ങി നോക്കണ്. ഭയങ്കര ബഹളം. ഞാൻ കുറെ പ്രാവശ്യം കയറി വരാന്ന് വിചാരിച്ച് അവസരം നിവർത്തിക്കൊണ്ട് കയറി എന്നാണ്. എന്താണെന്നാ ഈ വീട്ടിലെ പ്രശ്നം? പറ. ഈ പ്രശ്നത്തിന് ആധാരം മോഹൻലാലാണ്. മോഹൻലാലോ? ഡയറക്റ്റ് മോഹൻലാൽ അല്ല. മോഹൻലാൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ബറോസ്. അതല്ല, ഇൻഡയറക്റ്റ് മോഹൻലാലാണ്. എന്തോന്നാ ഈ പറയണത്? എടാ, തുടരും സിനിമ കാണാൻ വേണ്ടി ചെന്ന് ടിക്കറ്റ് കിട്ടിയില്ല. അതിനാണ് അവിടെ കിടന്ന് ചാടുന്നത്. അപ്പൊ പടം കണ്ടില്ലേ? ഈ പഞ്ചായത്തിൽ ഈ പടം കാണാത്ത നിങ്ങൾ 2 പേര് മാത്രമേ കാണുള്ളൂ. നീ തീ കൊളുത്താൻ വന്നതാണോ
അത് അണയ്ക്കാൻ വന്നതാണ്. കണ്ടോ കണ്ടോ അപ്പൊ കണ്ടില്ല. ചേച്ചി കണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ഭ്രാന്തടാ. ചേച്ചി എന്തോന്ന് പറയണ? എനിക്കല്ല ഭ്രാന്ത്, ഇങ്ങേർക്കാ ഭ്രാന്ത്. എടാ എനിക്ക് ഒരു ദുരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ. ഞാൻ ഈ അടുക്കളപ്പുറത്ത് ഇരുന്നിട്ട് മീൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ മൂട്ടി വന്നു ഒരു തട്ട്. എടി നമുക്ക് തുടരും കാണാൻ പോയാലോന്ന്. അപ്പൊ എനിക്ക് ആഗ്രഹം വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പോവാം. അങ്ങനെ തുടരും കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ പോയപ്പോ അവിടെ ഭയങ്കര ബഹളും ഭയങ്കര കൂട്ടും. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു വാടി നമുക്കിനി TV വരുമ്പോ കാണാം എന്നും പറഞ്ഞങ്ങോട്ട് വിളിച്ചോണ്ടോയി. എന്തോന്നുണ്ടെങ്കിൽ വേറൊരു സിനിമ കൊണ്ട് കാണിക്കാൻ പോകത്തത്. നീ പേങ്ങന്റെ തലയ്ക്ക് ബുദ്ധി വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സർക്കസ് നടക്കണം അതുകൊണ്ട് കാണിക്കാത്തത്. അല്ലെങ്കിൽ വേണ്ട മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ എക്സ്പോ നടക്കണം അതുകൊണ്ട് കാണിക്കാത്തത്. എടാ നിന്റെ കൈ കണ്ണാസും പെട്രോളും ആടാ? ഇല്ല എന്റെ കയ്യിലൊന്നുമില്ല. നിന്റെ വായിന്ന് വരുന്നതെല്ലാം പെട്രോൾ വർത്താനമല്ലോ. അതാണ് സംഭവം. അങ്ങനെയല്ല, ഞാൻ എന്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കുമായിരുന്നു. അവള് സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ട് കാണിക്കുമായിരുന്നു. അവള് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ പാർക്കിൽ കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ സാധിക്കുമായിരുന്നു. ഡൈവേഴ്സിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ മാസം 27-ാം തീയതി. നിന്റെ കാര്യം നോക്കാം. എന്നാ ഗാലറിയിൽ നിന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. അതേ നടക്കൂ. നിങ്ങൾ കാര്യം പറ. എടാ അയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ സിനിമയ്ക്ക് കൊണ്ടുപോകാത്ത കേസ് മാത്രല്ല മോനെ, വേറെയും കൊറേ പ്രശ്നം. ഞാൻ പറയും എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലടാ. അതായിരുന്നു ഞാൻ വിചാരിച്ചെല്ലാം വിളിച്ചു പറയുമായിരുന്നു. എടാ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ ഇരിക്കാൻ നിവർത്തിയില്ലടാ. അയ്യോ അതല്ല ഇൻസ്റ്റാഗ്രാമില് അതിലിരിക്കാൻ നിവർത്തിയില്ല. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എന്ത് നല്ല കലാകാരിയായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി എല്ലാം ഞാൻ കളിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്ന് കെട്ടിയോ അന്ന് എന്റെ കല അടുപ്പിലായതാ. അപ്പൊ ചേച്ചിയുടെ കല ഇപ്പൊ പുകഞ്ഞോണ്ടിരിക്കും. നീ ഇവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? കണ്ടെങ്കിൽ നീ പുകഞ്ഞേന്. നമ്മളിവിടെ ഡാൻസ് കളിക്കുന്ന എങ്ങനെയാണ്? അങ്ങനെയൊക്കെ എവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്? വലത്തേക്കാല് ഇടത്തേക്കാല്, വലത്തേക്കാല് ഇടത്തേക്കാല്. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. നിങ്ങൾ ഒന്നും ഓർത്തോ, നാളത്തെ മഞ്ജു വാര്യരെയാ നിങ്ങൾ കളിയാക്കി വിട്ടത്. ഒരു കുലസ്ത്രീയാണ് ഇറങ്ങി പോകുന്നത്. ഒരു കുലസ്ത്രീയോ? ഒരു കുലസ്ത്രീയല്ല, ഈ കുലത്തിലെ സ്ത്രീ. ചേച്ചി വാച്ചി, ചേച്ചി വാച്ചി, ചേച്ചി വാച്ചി. എവിടെ പോകുന്നടാ ചേച്ചി? പോ ചേച്ചി. ഹലോ ഹലോ. ആ ഹലോ അണ്ണാ സത്യേട്ടനല്ലേ? അതെ അതെ സത്യൻ അണ്ണാ ഞാൻ തുടരും സിനിമയ്ക്ക് 2 ടിക്കറ്റ് ചോദിച്ചു. അതെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ എന്റെ അളിയനും പെങ്ങളും വരുന്നില്ല. അപ്പൊ ആ ഒരു 2 ടിക്കറ്റ് ഫ്രീ ഉണ്ട്. 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ടിക്കറ്റ് തരായിരുന്നു. ഇന്നാണോ? ഇന്ന് 4 മണിക്ക് അളിയനും പെങ്ങളും വരുന്നില്ല. അതിന്റെ പേരില് ടിക്കറ്റ് ഓക്കെയാണ്. ടിക്കറ്റ് ഓക്കെ. 4 മണിക്ക് വന്ന ടിക്കറ്റ് ഓക്കെയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്തിരി മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ വാക്കിന് വെല്ലില്ലാത്തവൻ, നട്ടല്ലില്ലാത്തവൻ, ഞാൻ പറഞ്ഞ വാക്ക് കൊണ്ട് നടക്കാത്തവൻ. എന്തൊക്കെയാണോ എന്നെ കുറിച്ച് പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ഒരു ബോണ്ടിങ് ഒക്കെ അങ്ങനെയൊക്കെ പറയും. അതൊന്നും സീരിയസ് ആക്കുകയാണോ? എന്തുവാ ഇത്? പോലും ഇത്രയും പെട്ടെന്ന്. എന്നാലും ടിക്കറ്റ് കിട്ടിയല്ലോ. അപ്പൊ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് ബൈക്കിൽ കയറി ഐശ്വര്യമായി നേരെ തിയേറ്ററിൽ പോയി പടം കണ്ട് അടിച്ചു പൊളിക്കും. അപ്പൊ ഞാൻ പോണേ. അടിച്ചു പൊളിക്കാം, അടിച്ചു പൊളിക്കാം. വരുമല്ലോ. ചുമ്മാ ഒരു നേരം പോക്ക്. 4 മണിക്കാണ് ചേട്ടാ. ഇപ്പൊ സമയം എത്രയായി? മണി 12 അല്ലേ? 12, 1, 2, 3 3 മണിക്കൂറുണ്ട്. ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് പോണ വഴിക്ക് ഫിഷ് ഫുഡ് കഴിക്കാം. ഫിഷ് ഫുഡ് കഴിക്കാൻ പുറത്തു പോയി കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അക്വേറിയത്തിന്റെ മേളിൽ ഡപ്പിക്കാതിരിക്കുന്ന ഫിഷ് ഫുഡ് എടുത്ത് കഴിച്ചാൽ മതി. അയ്യോ മീനിന് കൊടുക്കുന്ന ഭക്ഷണമല്ല, മറ്റേ മീൻ വിഭവങ്ങളില്ലേ അത് കഴിച്ചിട്ട് പിന്നെ തുടരും കാണാൻ പോകും. ഓക്കെ. അപ്പൊ 4 മണിക്ക് അടിപൊളി. കോൾ വരുന്നത്. ഹലോ സത്യേട്ടനാ? അണ്ണാ സോറി അണ്ണാ, അളിയനും പെങ്ങളും ആരും വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ അവരിപ്പോ സിനിമയ്ക്ക് വരുന്നെന്ന്. അതുകൊണ്ട് ടിക്കറ്റ് ഇല്ലണ്ണ. 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാണ്ണ. അല്ലെങ്കിൽ TV വരുമ്പോ ഇരുന്ന് കാണും. ഓക്കെ അണ്ണാ, ഓക്കെ അണ്ണാ. ഹലോ ഇതുപോലെ എരണം കെട്ട നാക്കുള്ള ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ കൊല്ലും. നിങ്ങളെ ഞാൻ ദിവസം ഞാൻ നിന്നെ കൊണ്ടുപോകാം. വേണ്ട, ഇന്ന് ഇൻസ്റ്റയില് ഞാൻ പോണൂന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് നിങ്ങളെ ഇന്ന് കൊല്ലും. നിങ്ങളെ ഇന്ന് കൊല്ലും. തീർന്നില്ലടാ. ഇത് തുടരും സിനിമ. എവളെ കാണിക്കുന്നിടം വരെ തുടരും ഇത്. അല്ല കൈഡി വരട്ടെ.
നല്ല സ്കിറ്റായിരുന്നു ചേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ഞങ്ങളത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് അടിപൊളിയായിരുന്നു. അതായത് തുടക്കത്തിൽ തന്നെ ഇപ്പം സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ ഡിജിറ്റൽ ബോർഡ്സ് കണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്തി. അതെ, ഇത് കഴിഞ്ഞിട്ട് സാധാരണത്തിൽ നമ്മളൊന്ന് ഡൈവേർട്ട് ആവേണ്ടതാണ്. പക്ഷേ തുടക്കം തൊട്ട് നിങ്ങളുടെ പെർഫോമൻസ് ആണ് മെയിൻ. നമ്മൾ ഇന്നാണ് ബേബി കുറച്ച് മുമ്പ് പറയായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിരി ഇങ്ങനെ അവൻ്റെ മുഖത്തുണ്ടായിരുന്നെന്ന്. ത്രൂ ഔട്ട് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രിയിലാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്തത് പെട്ടെന്ന്. ഭയങ്കര തന്നെ അതിന്റെ സബ്ജക്റ്റ് ആയിരുന്നു, അത് മാറ്റി ഇതിന്റെ ഗ്രൂമർ ശശാങ്കൻ പെട്ടെന്ന്. ഉഗ്രൻ സ്ക്രിപ്റ്റും നല്ല ഡയലോഗ് ഡെലിവറിയും ഉഗ്രം പെർഫോമൻസും പിന്നെ ഭയങ്കര മനോഹരമായ കരച്ചിലായിരുന്നു കേട്ടോ. അത് പോസ് ചെയ്തുള്ള ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും മനോഹരമായ ഒരു കരച്ചിൽ ഞാൻ കണ്ടില്ല. അടിപൊളിയായിരുന്നു, സൂപ്പർ. എനിക്ക് ആക്ച്വലി ഇപ്പം ഫിലിമിന്റെ കുറച്ച് റിലീസിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെറിയ ടെൻഷൻ പരിപാടിയൊക്കെ ഇവിടെ വന്നിട്ട് ഫുൾ റിലാക്സ്ഡ് ആയി ത്രൂ ഔട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾ മൂന്നുപേരും. ഞങ്ങൾ മൂന്നുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞാൻ ടി വിയിലൂടെ കണ്ടിട്ടുള്ളൂ എല്ലാവരും, പക്ഷെ ആദ്യമായിട്ട് നേരിട്ടാണ് അടിപൊളി. എനിക്കതെ ചേച്ചിയുടെ പെർഫോമൻസ് മറ്റേ കരച്ചില് അടിപൊളി. ഞങ്ങൾ ഫുൾ ടൈം ചിരി തന്നെയായിരുന്നു. അടിപൊളി. താങ്ക് യു ബ്രോ. പിന്നെ വേറൊരു കാര്യം കൂടി, മണിക്കൂട്ടൻ ഇടയ്ക്ക് ഈ മുണ്ട് പെട്ടെന്ന് പിടിച്ചിട്ട് ആ ദേഷ്യം കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ മാറുന്നതൊക്കെ. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ, ഐ മീൻ എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ ഏതെങ്കിലും സിനിമയിൽ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെ കോപ്പി ചെയ്തായിരുന്നു. തീർച്ചയായും ഞാൻ സംവിധാനം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചർച്ച ചെയ്തിരിക്കും. അതെ, ഫെബി പറയണത് അവന്റെ അടുത്ത പടങ്ങൾ നടക്കുവാണെങ്കിൽ ഇപ്പൊ റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് റിലീസാകാൻ പോവാണ് മെയ് 16-ാം തീയതി. ആ പടം അത്യാവശ്യം ഏക്കുവാണെങ്കിൽ മാത്രമേ അവൻ അടുത്തൊരു പ്രൊജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രാർത്ഥന ഞങ്ങളിൽ ഉണ്ടല്ലോ. അതെ അതെ അതെ, നാളെ തന്നെ അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മായിക്കും മണിക്കൂട്ടനും അനീഷിനും ഒക്കെ അതിന്റെ അകത്തൊരു വേഷം കാണുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടിപൊളി. ഓക്കെ, പ്രസാദേട്ടാ ഗംഭീരമായിരുന്നു. ഇതിനെപ്പറ്റി നമ്മൾ സൈജു കുറുപ്പ് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്നലെ ഒരു ദിവസം രാത്രിക്ക് ശേഷമാണ് നിങ്ങളിത് പ്ലാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രില്യൻസ് മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ കൈയ്യടി കിട്ടേണ്ടത് ശശാങ്കനും കൂടെയാണ്. ശശാങ്കന് നമ്മൾ പലപ്പോഴും അവരുടെ പേര് വിസ്മരിച്ചു പോകും. താരങ്ങൾ മാത്രം നമ്മൾ അനുമോദിക്കാൻ പോരാ. കാരണം ഇത്ര പെട്ടെന്ന് ഒരു 4-5 മണിക്കൂർ കൊണ്ട് നിങ്ങളിത് സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല കൗണ്ടറുകളെന്ന് പറഞ്ഞാൽ എന്താ സൂമ്പ, നിങ്ങൾക്ക് സൂമ്പ, എനിക്ക് തൂമ്പ. അപ്പോൾ ഏതായാലും നല്ലൊരു വാഗ്ദാനമാണ് ഇത്. ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത്ര വലിയ സംവിധായകൻ തന്നെ ഓഫർ തന്നിരിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുക. ബാക്കി പറഞ്ഞോളൂ. താങ്ക് യു പ്രസാദേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നിങ്ങളിപ്പം ഇപ്പോൾ ഓടി ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയുടെ ഒരു ചെറിയ പോയിന്റ് എടുത്തിട്ട്, ടിക്കറ്റ് കിട്ടാതെ വരുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് ഇത്രയും മനോഹരമാക്കി ഈ പറയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് അതൊരു സ്ക്രിപ്റ്റാക്കി കൗണ്ടർ കയറ്റി അതിമനോഹരമായിട്ട് അത് ഈ വേദിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഇതിലെ ഒരു ഓട്ടോക്കാരൻ പയ്യനല്ലേ നിങ്ങൾക്ക് മനഃപൂർവ്വം മെൻഷൻ ചെയ്യായിരുന്ന ഇവ എന്നിട്ട് എടുത്ത് ചോദിച്ചു. അല്ല അദ്ദേഹം പറയണ്ടെന്ന് പറഞ്ഞു. അല്ല അദ്ദേഹത്തിന്റെ പേര് പറയണമല്ലോ. കാരണം ഇത്രയും വലിയ സിനിമയിൽ അഭിനയിച്ച ആള് ആരാണെന്ന് നമുക്കറിയണമല്ലോ. നമ്മുടെ അതെ അതെ, ആ പേര് പറയണത് ആരാണ്? ആ ഓട്ടോക്കാരൻ ആ ശശാങ്കരാണ് സ്ക്രിപ്റ്റ് തന്നത്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായി കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏകദേശം നിങ്ങൾ ചെയ്തതും അതിൻ്റെ അകത്ത കൗണ്ടറുകളും ഓരോ നടപ്പുകളും ചലനങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും മുമ്പോട്ട് പറയുന്നില്ല. അപ്പം അടുത്ത പ്രാവശ്യം ഇതേപോലുള്ള ഹിറ്റ് സ്കിറ്റുകളും ഹിറ്റ് ത്രെഡുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. വിജുക്കുട്ടി ചേട്ടാ സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. മൂന്നുപേരും നല്ല മത്സരിച്ച് തന്നെ പ്രകടനം കാഴ്ചവെച്ച്. എനിക്കൊരു സജഷൻ പറയാനുള്ളത്, സെൻറ്ററിൽ വന്നപ്പോൾ കുറച്ച് തമാശയുടെ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സണലായിട്ട് പറയാണ്. ബാക്കി എനിക്ക് തോന്നുന്നത് എൻഡിലേക്ക് വരുമ്പോഴും എൻട്രി സമയത്തൊക്കെ നല്ല പഞ്ചുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിനയത്തിന് നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചിട്ടാണ്. കാരണം നമ്മുടെ മണിക്കൂട്ടനും മായയും കൂടി ആ തല്ല് പിടിക്കുന്ന ഒരു സീനില്ലേ, അതെനിക്ക് വീട്ടിൽ നമ്മൾ സാധാരണ ഒരു എവിടെയൊക്കെ വീട്ടിലെ അല്ല എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പറഞ്ഞ ആൾക്കാരൊന്നും അല്ല
അപ്പം നമ്മളൊരു വീട്ടിൽ കാണുന്ന എനിക്കതൊരു ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിനയം നല്ലായിരുന്നു, പക്ഷെ നമുക്ക് കോമഡിയാണ് ആവശ്യത്തിന് കോമഡി അതിനകത്തുണ്ടായിരുന്നു. ഈ സെൻട്രൽ പോർഷൻ ഒരു ഇത്തിരി എന്താണ് നമ്മളൊരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി. അത് അഭിനയത്തിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മറവിയോ ഒരു ക്ലാഷോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. എല്ലാം നല്ല ലെജിബിളായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസാദ് ഏട്ടനും പറഞ്ഞു, നമ്മുടെ നസീർക്കൻ പറഞ്ഞു, അവർ മൂന്നുപേരും പറഞ്ഞു ഞാനാ പറയാത്തേ ഉള്ളൂ നിങ്ങൾക്കൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം തന്നത്. ഇനി ഞാനൊന്നും മാറാൻ പറ്റൂല. സൈജു കുറുപ്പിന് ഇനി മാറാം. ഫെബി പറഞ്ഞില്ലേ, അതായത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അത് ഏക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ ഏറ്റാൽ മതി, അപ്പോൾ അടുത്തൊരു പ്രൊജക്ട് കിട്ടുമല്ലോ. ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ആൻഡ് ക്യാപ്റ്റൻ ഈസ് ദ ഡിസിഷൻ മേക്കർ. അതെ, അപ്പോൾ ഡിസിഷൻ മേക്കർക്ക് ഉറപ്പായിട്ടും ഡിസൈഡ് ചെയ്യാം ആരെയാണ് അവരുടെ കഥാപാത്രമായിട്ട് വേണ്ടതെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുണ്ടാവും. ഇത് കൂടാണ്ട് ഫെബി മാത്രമല്ല, ഇത് ഈ നിങ്ങളിപ്പോൾ പെർഫോം ചെയ്യുന്നത് പല ആൾക്കാരും കാണുന്നുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളെ നോട്ട് ചെയ്യും. അത് 100% ആണ്. ഡയറക്ടർക്ക് കറക്റ്റായിട്ട് അറിയാം ഈ സിനിമ നന്നായിട്ട് ഓടുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത പടത്തിൽ നിങ്ങൾക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞത്. അതെ, അപ്പൊ എന്തായാലും ഈ സിനിമ നല്ല ഹിറ്റാവും. കാരണം ഞങ്ങളുടെയും കൂടി ആവശ്യമുണ്ടോ, ഞങ്ങളുടെ 2-3 പേര് പിള്ളേര് സിനിമയിൽ വരട്ടെ. എന്നാ മക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി കിടൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പം ഐശ്വര്യ നമുക്ക് മാർക്ക് കൊടുത്തു തുടങ്ങാം. ഞാനൊരു 15,000 രൂപ കൊടുക്കുക. 15,000 രൂപ നസീർക്കയുടെ വക. 15,000 രൂപ ചേട്ടാ. ഒരു 15,500 ഇരിക്കട്ടെ. ഓ, 30,500 രൂപയായിട്ടുണ്ട്. ബിജുക്കുട്ടൻ ചേട്ടാ, ഈ ഫ്ലോറിൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയിട്ട് നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുന്ന ആരാണോ ഹൈഡ് വന്നിരുന്നത്, പക്ഷേ ഇന്ന് സന്തോഷത്തിന്റെ പേരില് ഇവർക്ക് സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയതിന്റെ പേരില് ഈ ഇത് ഞാൻ അങ്ങോട്ട് കൈമാറണം നമ്മുടെ ഈ സൈജു കുറിപ്പിലേക്ക്. സൈജു കുറിപ്പിന് മാറ്റം. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ വേദിയിൽ ഒരാൾക്ക് കൈമാറുന്നത്. അല്ലാതെ കാശില്ലാത്തോണ്ടല്ല. അപ്പൊ ബാക്കി അവിടെ നേരെ ഗൂഗിൾ പേ അങ്ങോട്ട് അയച്ചോ. സായി ചേട്ടൻ കൊടുക്കുന്നതാണ് ഇവരുടെ മാർക്ക്. ഞാൻ വാരി കോരി കൊടുക്കാൻ പോവാണ്. ഇനിയും ബാക്കി സ്കിറ്റും ഉണ്ട് കേട്ടോ, അവർക്കൊണ്ട് കൊടുക്കാൻ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി, നല്ല ഉഗ്രം മാർക്കാണ്. 60,000 രൂപ കിട്ടി. അടുത്ത പടത്തില് എനിക്ക് വയ്യ. അപ്പൊ ഇനി തുടരും പോയി കാണണം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. അത് ഇന്ന് തന്നെ കാണണം. ഓക്കെ, താങ്ക് യു. ഒരു നല്ല കൈയടി. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ബാക്കി വിശേഷങ്ങൾ പറയാൻ അവരെ 3 പേരെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. പ്ലീസ്. ദൈവത്തെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ല. ദൈവം ഇന്നിവിടെ വന്നിട്ടില്ല. ആക്ച്വലി ദൈവം കുറച്ച് ഷൂട്ടിന്റെ തിരക്കിലാണ് അവിടെ വരാൻ. ആ ദൈവത്തിലേക്ക് എങ്ങനെ എത്തി? സംഭവം എന്ന് വെച്ചാൽ ഞാൻ സണ്ണി വെയിൻ്റെ വോയിസ്, എസ്ര എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഒരു അച്ഛൻ്റെ വോയിസ് ആയാലും സണ്ണി വെയിൻ്റെ ഡബ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പവർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സണ്ണി വെയിനെ ഗോഡായിട്ട് കാസ്റ്റ് ചെയ്യാൻ കാരണം. നമ്മൾ പിന്നെ ഇതിനകത്ത് ഒരു മതത്തെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, ലൈക്ക് ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ആ രീതിയിലാണ് നമ്മൾ ഗോഡിനെ പ്രസന്റ് ചെയ്യുന്നത്. നീ കുറച്ച് നല്ല ഹ്യൂമർ ഉണ്ടെന്ന് തോന്നുന്നേ. അതെ, ഹ്യൂമർ ഉണ്ട്. കാരണം അല്ല, നമ്മൾ നേരത്തെ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കരുതിയത് കിരീടമൊക്കെ വെച്ച് ഇറങ്ങുന്ന ഒരാളാണെന്നാണ്. വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം ദൈവത്തിനെ കൊണ്ടു ഇറക്കണതും അത് സാധാരണ മനുഷ്യരുടെ ഇടയിൽപ്പെട്ട ഒരാൾ തന്നെ അത് അഭിനയിക്കുമ്പോഴൊക്കെ അത് ഭയങ്കര രസമായി തോന്നും. ഇതില് ഒരു സംവിധായകനായിട്ടാണ് സഹിച്ചേട്ടൻ. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പടം ബ്ലോക്ക് ബസ്റ്റർ, പിന്നെ അടുത്ത കുറച്ച് പടങ്ങൾ പൊട്ടി. പക്ഷെ സജീവമായിട്ട് സിനിമയാണെന്ന് ആഗ്രഹമുണ്ട്. സജീവമായിട്ട് സിനിമയാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇയാളുടെ വൈഫിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാള് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. അപ്പം വൈഫ് പറയുന്നുണ്ട്, ആദ്യത്തെ പടം ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോഴേ നീ നിന്റെ തനിനിറം കാണിച്ചാണ്. അതുവരെ മമ്മി ഇരുന്നിട്ട് നമ്മൾ പലരെയും കാണാറില്ലേ, ഈ സക്സസ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ചേഞ്ചസ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. ഇയാൾ ദൈവവിശ്വാസിയാണെങ്കിലും ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിനെ വിളിക്കാറുണ്ട്, ദൈവത്തിൻ്റെ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നടക്കാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും വിഷമിക്കുമ്പോഴത്തേക്കും ദൈവം ശരിക്കും ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒക്കെ തന്നെ നമ്മൾ ചോദിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ലൈഫിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇയാളൊരു ഒരു പ്രവൃത്തി അങ്ങ് ചെയ്യും. ഈ പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിന് ഈഗോ അടിക്കും. അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഈഗോ അടിച്ചിട്ട് ദൈവം തീരുമാനിക്കുകയാണ് എന്നാ പിന്നെ ഇവന്റെ മുമ്പിൽ പോയി പ്രതീക്ഷപ്പെട്ടിട്ട് ഇവന്റെ എന്താണ് ഇവന്റെ പ്രശ്നം എന്നൊന്ന് അറിയാം. അപ്പൊ അങ്ങനെ ദൈവം വരുന്നതാണ്. അടിപൊളി, അടിപൊളി. അപ്പൊ മെയ് 16-ാം തീയതി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. നസീർക്ക, അല്ല, ഇതൊരു ഹിറ്റായ പ്രോഗ്രാമിന്റെ വേദിയിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഈ പടവും ഹിറ്റാണ്. അതെ, അതെ.
ആക്ച്വലി ഞാൻ അവിടെ ഇരുന്നപ്പോൾ വിചാരിക്കായിരുന്നു 2 സ്കിറ്റുകൾ ഇന്ന് ഞങ്ങൾ കണ്ടു, ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. മിക്കവാറും എനിക്ക് തോന്നുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മില്യൺ വ്യൂസ് കയറും. തീർച്ചയായിട്ടും. അതിന്റെ കൂടെ ഞങ്ങളുടെ ഈ പടത്തിനെ പറ്റി ഒരുപാട് പേര് അറിയും എന്നുള്ളൊരു സമാധാനം കൂടെ ഇവിടെ നിന്ന് പോകുമ്പോൾ അത്രയും ഗംഭീര സ്കിറ്റ് ആയിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതൊരു 100 ദിവസത്തിൽ കൂടുതൽ ഓടട്ടെ, 100 കോടി ഇത് വരട്ടെ. എന്തായാലും അത് സക്സസ് ആയിരിക്കും സിനിമ. അല്ലാതെ തന്നെയല്ല, സൈജു അഭിനയിക്കുന്ന ആദ്യ സിനിമ മുതൽ നമുക്കിപ്പോൾ നിൽക്കുന്ന ഈ സിനിമ വരെ നല്ല സിനിമകളെ സൈജു ഗ്രൂപ്പ് എടുക്കുള്ളൂ. സൂപ്പർ ഹിറ്റും പിന്നെ ആവറേജിന് താഴെ ഒരു സിനിമയും എനിക്ക് തോന്നുന്നത് സൈജു അഭിനയിച്ചല്ല. അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരാൾ നടനും കൂടിയാണ്. അതെ അതെ. അപ്പൊ എന്തായാലും ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഈ പറഞ്ഞ പോലെ ഫാന്റസി ആണെങ്കിലും ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന തോട്ട് നല്ല രസമുള്ള ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ ഈ സിനിമ. എന്നിട്ട് ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ നമ്മുടെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മളുടെ കുടുംബം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബ്രദർ, ഓൾ ദി വെരി ബെസ്റ്റ്. എന്നിട്ട് അടുത്ത പടത്തിനും നിങ്ങൾ വരണം. ഇത് പിന്നെ നിങ്ങളുടെ കുടുംബമായി. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിന് എല്ലാവിധ ആശംസകളും. ഒരു നല്ല കൈഡി. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു നസീർക്ക. അപ്പൊ നമുക്കെന്നാ പോവാല്ലേ? ഇന്ന് പിരിയാം. നമുക്ക് ഇതിൽ കൂടുതൽ ചിരിക്കാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.